BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ടൂറിസ്റ്റ് സീസണും ഓണാഘോഷ അവധിക്കാലമായിട്ടും സഞ്ചാരികളുടെ പറദീസ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഫോർട്ട് കൊച്ചി കടപ്പുറത്തിന് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മോചനമില്ല. ചീഞ്ഞഴിഞ്ഞ പായലും മാംസാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവും തീരത്തെ മലിമസമമാക്കിയിരിക്കുകയാണ്. ഞായറാഴ്ച തിരുവോണ ദിനത്തിലും തിങ്കളാഴ്ച നബിദിന അവധി ദിനത്തിലും നിരവധി പേർ കടപ്പുറത്തെത്തിയെങ്കിലും തീരത്തേക്ക് ഇറങ്ങാനാവാതെ മടങ്ങി. മനമടുപ്പിക്കുന്ന മാലിന്യ കാഴ്ചകളാണ് ഇവരെ വരവേറ്റത്. വിദേശികളടക്കം നിരവധി സഞ്ചാരികളും എത്തിയിരുന്നു. ദുർഗന്ധവും ഇഴജന്തു ശല്യവും സാമൂഹിക വിരുദ്ധ ശല്യവും മൂലം കൊച്ചി തീരത്തെ വിനോദസഞ്ചാരികൾ തഴയുകയാണെന്നും ടൂറിസ്റ്റ് ഗൈഡുകൾ പറയുന്നു. ടൂറിസം വകുപ്പ്, കൊച്ചി നഗരസഭ, ജില്ലാ ഭരണകൂടം, കൊച്ചി പൈതൃക സംരക്ഷണ സമിതി തുടങ്ങിയവയുടെ ഏകോപനമില്ലായ്മയും നിരുത്തരവാദിത്വവുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ടൂറിസം വകുപ്പിന്റെ സീറോ വേസ്റ്റ് പദ്ധതിയടക്കം 10ലേറെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ വർഷം കൊച്ചി കാണാനെത്തിയ വിനോദസഞ്ചാരികൾ തന്നെ തീരം ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങിയതും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വഴിയാത്രികൻ കാറിടിച്ച് മരിച്ചു. റിട്ടയർഡ് പോസ്റ്റ്മാൻ കോഴിപ്പള്ളി നിരപ്പേൽ അഗസ്റ്റിൻ ജോർജാണ് മരിച്ചത്. നഗരത്തിൽ സെന്റ് ജോർജ് സ്കൂളിന് സമീപം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി മടങ്ങവേ റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. ഭാര്യ TP അൽഫോൻസ, കോതമംഗലം തയ്യൽ കുടുംബാംഗം, മക്കൾ പ്രശാന്ത്, പോൾ, മായ, മരുമക്കൾ സംഗീത ജോർജ്, ഷീന ജോസഫ്, അജിത് ജോജി. സംസ്കാരം നാളെ വൈകിട്ട് 4 സെന്റ് ജോർജ് കത്തീഡ്രലിൽ. ഹോട്ടലുകളിൽ ഉൾപ്പെടെ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മായമോ മറ്റ് സുരക്ഷാ സംശയമോ ഉണ്ടായാൽ പൊതുജനങ്ങൾക്ക് പരാതി ഉന്നയിക്കാൻ തൃക്കാക്കര നഗരസഭ ഒരുക്കുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം ആപ്പ് ഈ മാസം ലൈവാകും. ഹോട്ടലുകൾക്ക് പുറമെ ഹൈപ്പർ മാർക്കറ്റുകൾ, ബേക്കറികൾ, മത്സ്യചന്തകൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ ഉൽപ്പന്നം വാങ്ങുന്ന സ്ഥാപനങ്ങളാണ് ആപ്പിന്റെ പരിധിയിൽ വരുന്നത്. ആരോഗ്യവകുപ്പുമായി ചേർന്നാണ് ആപ്പിന് രൂപം നൽകുന്നത്. നഗരസഭാ പരിധിയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ആപ്പിലൂടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഹോട്ടലിന്റെയും ഭക്ഷണത്തിന്റെയും ഫോട്ടോയും അപ്ലോഡ് ചെയ്യാം. ഇതര വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ സംശയം തോന്നിയാലും ആപ്പ് വഴി പരാതി അറിയിക്കാം. ഇത് നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധിക്കും. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ അക്കാര്യവും ആപ്പിലൂടെ അറിയിക്കാൻ സാധിക്കും. ഹോട്ടലുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ആഴ്ചയിലൊരിക്കൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തും. ഇത് ഉറപ്പാക്കാൻ എല്ലാ സ്ഥാപനങ്ങളിലും ബീറ്റ് രജിസ്റ്റർ വയ്ക്കും. പരിശോധനയ്ക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ ഈ രജിസ്റ്ററിൽ ഒപ്പുവെക്കണം. ബീറ്റ് രജിസ്റ്റർ പൊതുജനങ്ങൾക്കും പരിശോധിക്കാം. ഭക്ഷ്യമന്ത്രിയുടെ തീയതി ലഭിച്ചാൽ ഉദ്ഘാടന സമയം പ്രഖ്യാപിക്കുമെന്നും നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ഉണ്ണി കാക്കനാട് അറിയിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കാക്കനാട് മേഖലയിലെ അനധികൃത തട്ടുകടകൾ പൊളിച്ചു നീക്കാൻ നഗരസഭാ തീരുമാനം. സീപോർട്ട് എയർപോർട്ട് റോഡിലും സിവിൽ ലൈൻ റോഡിലുമാകും ആദ്യഘട്ട നടപടി. പല തട്ടുകടകളിലും ശുചിത്വം പാലിക്കുന്നില്ലെന്നാണ് പരാതി. അംഗീകാരമില്ലാത്ത കടകളായതിനാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ചില തട്ടുകടകളുടെ പരിസരത്ത് ലഹരി മാഫിയ തമ്പടിക്കുന്നുണ്ടെന്ന് നേരത്തെ എക്സൈസ് വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. രാത്രി പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി പരിശോധന വ്യാപകമാക്കും. സങ്കടകാലത്തിനൊടുവിൽ ആശ്വാസത്തിന്റെ അനുഭവങ്ങളുമായി വയനാട് മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തെ വിദ്യാർത്ഥികൾ ആട്ടവും പാട്ടവും ഓണസദ്യയും പിന്നെ ISL ഫുട്ബോൾ മത്സരവും ആസ്വദിച്ചു. അവർ കേരള ബ്ലാസ്റ്റേഴ്സ്, പഞ്ചാബ് FC താരങ്ങളെ കൈപ്പിടിച്ച് ലൈൻ അപ്പ് ചടങ്ങിനായി കളത്തിലിറക്കിയത് അവരിൽ 22 പേർ. മത്സരശേഷം ലുലു മാളിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലും ഗെയിം സോണിലും പങ്കെടുത്ത കുട്ടികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകിയാണ് സംഘാടകരായ MES യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റി യാത്രയാക്കിയത്. ഒരുമിച്ചോണം കൂടെയുണ്ട് എന്ന പേരിൽ MESന്റെ നേതൃത്വത്തിൽ ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ, പബ്ലിക് റിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, കൊച്ചിൻ ചാപ്റ്റർ, കേരള ബ്ലാസ്റ്റേഴ്സ്, ലുലു മാൾ എന്നിവ ചേർന്നാണ് കരുതലിന്റെ സ്നേഹം പകർന്നത്. തകർന്നു വീണ് 6 വർഷം പിന്നിട്ടിട്ടും പുനർനിർമ്മാണത്തിന് തീരുമാനമില്ലാതെ രാമമംഗലം, തമ്മാനിമറ്റം തൂക്കുപാലം, പിറവം, കുന്നത്തുനാട് നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് 2014
പാതയ്ക്ക് കുറുകെ പൂർത്തിയായ പാലമാണിത്. പൊതുമേഖലാ സ്ഥാപനമായ കെലിന്റെ മേൽനോട്ടത്തിൽ ഇരുകരകളിലും കോൺക്രീറ്റ് കാലുകളിൽ ഇരുമ്പുവടവും റെയിലും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 2018 പ്രളയത്തിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തമ്മാനിമറ്റം ഭാഗത്തുള്ള കാൽ ചെരിഞ്ഞ് പാലം പുഴയിലേക്ക് പതിച്ചു. പിന്നീട് ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും പാലം പുഴയിൽ തന്നെ കിടക്കുകയാണ്. പുഴയിൽ ലോഹഭാഗങ്ങൾ നിരന്നതും കുളിക്കുന്നതിനും മറ്റും പുഴയിൽ ഇറങ്ങുന്നവർക്കും ഭീഷണിയായി. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിർമ്മാണത്തിന് അനുമതി വൈകുന്നതെന്നും അറിയപ്പെടുന്നുണ്ട്. 3 കോടിയുടെ എസ്റ്റിമേറ്റാണ് ഒടുവിൽ പുനർനിർമ്മാണത്തിന് തയ്യാറാക്കിയത്. സമർപ്പിച്ചിട്ട് വർഷങ്ങളായിട്ടും നടപടി ഒന്നും തന്നെ ആയിട്ടില്ല. ഇരുകരകളിലുമുള്ളവർ മറുകര എത്തണമെങ്കിൽ ഇപ്പോൾ കിലോമീറ്ററുകളോളം വളഞ്ഞ് രാമമംഗലം വലിയ പാലത്തിലൂടെയാണ് സഞ്ചരിച്ചിരിക്കുന്നത്. രാമമംഗലം, പെരുന്തൃക്കോവിൽ ക്ഷേത്രം, ഗവൺമെന്റ് ആശുപത്രി, ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള 100 കണക്കിനുള്ള യാത്രക്കാരാണ് ഇതുമൂലം വലയുന്നത്. തമ്മാനിമറ്റം നിന്ന് അപ്പാട് ക്ഷേത്രത്തിലേക്കും പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലേക്കും പൂജകൾക്കായി എത്തുന്നവരും ക്ലേശത്തിലാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.